സോന എൽദോസിൻ്റെ ആത്മഹത്യ യഥാർത്ഥത്തിൽ അത് മതപരിവർത്തനം എന്ന ശക്തമായ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആത്മഹത്യയാണ്. വളരെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു ബന്ധം നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സോന റിമീസിനെ സ്നേഹിച്ചു. പക്ഷേ സോനയ്ക്കുണ്ടായ അനുഭവം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. സോനയെ ബന്ദിയാക്കി നിർബന്ധമായി മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആ മതം മാറ്റ ശ്രമമാണ് സോനയുടെ മരണത്തിലേക്ക് നയിച്ചത്. മതം മാറ്റാൻ ശ്രമിച്ചത് റമീസ് മാത്രമല്ല, റമീസിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നാണ്. റമീസിന്റെ സുഹൃത്തുക്കൾ, റമീസിന്റെ ബന്ധുക്കൾ, റമീസിന്റെ അച്ഛൻ, റമീസിന്റെ അമ്മ, ഇവരെല്ലാവരും ചേർന്നാണ് ആസൂത്രിതമായി സോനയെ ബന്ദിയാക്കി നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചത്. പ്രണയത്തെയാണ് അതിനെ ഒരു ഉപാധിയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ പ്രണയത്തിന്റെ മറവിലാണ്. അപ്പോൾ പ്രണയിച്ച് കെണിയിൽപ്പെടുത്തി മതം മാറ്റം നടത്താൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം ഈ കേസിലുണ്ട്. എന്നാൽ പോലീസ് ഈ വിഷയത്തെ അത്രയും ഗൗരവമായിട്ട് കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. പെൺകുട്ടിയുടെ സുഹൃത്ത് കൊടുത്ത മൊഴിയുണ്ട്, പെൺകുട്ടി എഴുതിയ കത്തുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ സോന എൽദോസിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടില്ല, അവരെ പ്രതിയാക്കിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സംഭവം ഒറ്റപ്പെട്ടതല്ല. നിരവധി അനുഭവങ്ങൾ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾക്ക് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ശക്തമായ നിയമത്തിന്റെ അഭാവമാണ്. കേരളത്തിൽ മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം അത് അനിവാര്യമാണ്. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിന് അനുസൃതമായ നിയമം പോലെ ശക്തമായിട്ട് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെ ഈ ലവ് ജിഹാദ് പോലുള്ള കേസുകൾ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ളൊരു നിയമം കൊണ്ടുവരണം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഇവിടെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സോന എൽദോസിന്റെ വീട്ടിൽ വന്ന് ദുഃഖം അറിയിക്കുമ്പോൾ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ അവരെല്ലാം ഒരേപോലെ ഇത്തരം കുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവം ആവർത്തിക്കാതിരിക്കാൻ അനിവാര്യമായി വേണ്ടത് ശക്തമായൊരു നിയമനിർമ്മാണമാണ്. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് കെ ടി ശങ്കരൻ പറഞ്ഞ പോലെ, ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇത്തരം കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ, ഇത് ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ വരുന്ന 21-ാം തീയതി വ്യാഴാഴ്ച കോതമംഗലത്ത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ട ഉപവാസം ഈ ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും താലൂക്ക് ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കൂട്ട ഉപവാസം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഇനി ഭാവിയിൽ ഇതേപോലുള്ള ഒരു അനുഭവം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാവരുത്. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ലവ് ജിഹാദിനെതിരായിട്ട്, നിർബന്ധിത മതം മാറ്റത്തിനെതിരായിട്ടുള്ള ഒരു സമരപരിപാടി പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഈ ഉപവാസം ഞങ്ങൾ 21-ാം തീയതി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത്രയും ദിവസങ്ങളായിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകളും കുട്ടിയുടെ തന്നെ ആത്മഹത്യാക്കുറിപ്പുണ്ടായിട്ടും ഈ ബന്ധുക്കൾക്കെതിരെ കേസെടുത്തത്, ബന്ധുക്കളെ കൂടി പ്രതി ചേർത്തത് ഇന്നാണ്. അതുപോലെ തന്നെ മതപരിവർത്തനത്തിന്റെയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടില്ല, നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വകുപ്പുകളും ചുമത്തിയിട്ടില്ല. എന്തെങ്കിലും ഇവർ ആരെ സംരക്ഷിക്കാനാണ് പോലീസും സർക്കാരും ശ്രമിക്കുന്നത്? അല്ല, നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഒരു വകുപ്പ് ഇപ്പൊ ചുമത്താൻ പറ്റുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. ആ നിയമം, നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ്, അത് നിയമവിരുദ്ധമാണ്. പക്ഷേ അതിന് അത്ര കരുത്തുള്ളൊരു നിയമമല്ല. അതുകൊണ്ട് തന്നെ ആ നിയമം അനുസരിച്ചുള്ള കേസുകളിന് അത്ര ബലമില്ല. ഇവിടെ ഈ കേസ് ലവ് ജിഹാദ് അല്ല, ഒരു സാധാരണ ആത്മഹത്യയാണ് എന്ന് വരുത്താനായിരുന്നു എല്ലാവരുടെയും ശ്രമം.
ഇവിടെ വന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ലവ് ജിഹാദല്ല. ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പ്രണയത്തെ മറയാക്കിക്കൊണ്ട് മതം മാറ്റം നടത്തുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പ്രണയം മതം മാറ്റത്തിനുള്ള ഉപാധിയാക്കുന്നു. ലവ് ജിഹാദ് ആണ് എന്ന് പറയാൻ ധൈര്യം ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കില്ല. കാരണം അവർ മത തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ്, അവരുടെ സപ്പോർട്ട് നേടുന്നവരാണ്. കുട്ടിയെ പാനായിക്കുളത്ത് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടേക്ക് കടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പാനായിക്കുളത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പല ചരിത്രങ്ങളുണ്ട്. അത് ഇപ്പോൾ സിറോ മലബാർ സഭയൊക്കെ ആ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്തിനാണ് അവിടെ കൊണ്ടുപോയതെന്നടക്കം. ഒരു ഭീകര ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരോപണങ്ങളുണ്ട്. NIA അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അല്ല, ഇത്തരം അന്വേഷണങ്ങൾ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷിക്കണം. കാരണം പാനായിക്കുളം പറയുന്ന ഏരിയ തീവ്രവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ പാനായിക്കുളത്തേക്ക് ആസൂത്രിതമായി ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. ആസൂത്രിതമായി പെൺകുട്ടിയെ ഒരു ഫോണിൽ നിന്ന് കൃത്യമായിട്ട് വിളിച്ചു. ആ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഈ കുട്ടിയെ അവിടേക്ക് വരുത്തി. അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ സംഘടിതരായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആസൂത്രിതമായി ഈ കുട്ടിയെ പൊന്നാനിയിൽ കൊണ്ട് ഈ മതം മാറ്റാനുള്ള ശ്രമം, അത് വീട്ടുകാരെ അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. വീട്ടുകാരറിയാതെ 2 മാസക്കാലം പൊന്നാനിയിൽ പോയി മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിൽ ഏർപ്പെടണം എന്ന് തീരുമാനിക്കുന്നു. ഇത് ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലെ റമീസിന്റെ അച്ഛൻ്റെ അമ്മയുടെയോ മാത്രം ഒരു തീരുമാനമായിട്ട് കാണാൻ സാധ്യമല്ല. ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ട്? ആരാണ് റമീസിന്റെ സുഹൃത്തുക്കൾ? റമീസിന്റെ പിന്നാമ്പുറം എന്താണ്? അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അപ്പൊ ശക്തമായ നടപടികളിലേക്ക് പോകണം. ഹിന്ദു ഐക്യവേദി ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സമരപരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്.